ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ യൂണിറ്റ് ക്ലൗഡ് 9 എന്ന യൂണിറ്റിലെ 1ാമത്തെ പാഠവും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് ക്ലൗഡ് 9 എന്നാണ്. ക്ലൗഡ് 9 എന്ന് വെച്ചാൽ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ മഹാന്മാരായിട്ടുള്ള 4 വ്യക്തികളുടെ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. അപ്പോൾ മഹാത്മാഗാന്ധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതും അതുപോലെ നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ പ്രവൃത്തിയും എല്ലാം ഒരുപോലെ ആകുമ്പോഴാണ് എന്നാണ്. ഇനി ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് പറഞ്ഞിരിക്കുന്നത് നോ മെഡിസിൻ ക്യൂർസ് വാട്ട് ഹാപ്പിനെസ് കനോട്ട്. സന്തോഷത്തിന് നൽകാൻ കഴിയാത്ത ഒന്നും ഒരു മെഡിസിനും നൽകാനും കഴിയില്ല എന്നാണ്. റാൾഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞിരിക്കുന്നത് ഫോർ എവറി മിനിറ്റ് യു ആർ ആംഗ്രി യു ലൂസ് 60 seconds ഓഫ് ഹാപ്പിനെസ്. ഓരോ മിനിറ്റും നിങ്ങൾ ദേഷ്യപ്പെടുന്ന ഓരോ മിനിറ്റും നിങ്ങൾക്ക് 60 സെക്കൻഡ് സന്തോഷമാണ് നഷ്ടപ്പെടുന്നത്. ആലീസ് വാക്കർ പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് വെയിറ്റ് അറൗണ്ട് ഫോർ അതർ പീപ്പിൾ ടു ബി ഹാപ്പി ഫോർ യു. മറ്റുള്ളവരെ സന്തോഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. എനി ഹാപ്പിനെസ് യു ഗെറ്റ് യു ഹാവ് ഗോട്ട് ടു മേക്ക് യുവർ സെൽഫ്. നിങ്ങൾ തന്നെ സന്തോഷം ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ ഹാപ്പിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോട്ട്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എൻട്രി ആക്ടിവിറ്റി നമുക്ക് നോക്കാം. എൻട്രി ആക്ടിവിറ്റിയിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ ചില ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഒരു ടൂർ പ്രോഗ്രാമിന് വന്ന കുട്ടികളുടെ ഒരു ചിത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കുറച്ച് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഹാവ് യു ഹാഡ് ബീൻ ഓൺ ടൂർ വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ, നിങ്ങളുടെ ക്ലാസ്മേറ്റിൻ്റെ കൂടെ നിങ്ങൾ ടൂർ പോയിട്ടുണ്ടോ? വാട്ട് മേക്സ് എ ടൂർ ജോളി ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഒരു ടൂർ സന്തോഷകരമാവുന്നതിൻ്റെ കാരണം എന്താണ്? ഹാവ് യു ടേക്കൺ ഫോട്ടോഗ്രാഫ്സ് ഓൺ സച്ച് ഒക്കേഷൻസ്, വൈ ഡു വി ടേക്ക് ഫോട്ടോഗ്രാഫ്സ്. അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ നിങ്ങൾ ടൂർ പോയ സമയത്ത് നിങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടോ? എന്തിനാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത്? ഹാവ് യു എവർ റീഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് പിക്നിക് ഓർ എ ജേർണി. ഒരു പിക്നിക്കിനെ കുറിച്ചോ ടൂറിനെ കുറിച്ചോ അല്ലെങ്കിൽ യാത്രയെക്കുറിച്ചോ ഉള്ള എന്തെങ്കിലും ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാം. ഒന്നാമത്തെ ചോദ്യത്തിന് യെസ് ഐ ഹാവ് ബീൻ ഓൺ ഫൺ ടൂർ വിത്ത് മൈ ക്ലാസ്മേറ്റ്സ്. വി വെൻറ്റ് ടു എ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ ലാസ്റ്റ് മന്ത് ആൻഡ് ഇറ്റ് വാസ് അമേസിംഗ്. വി പ്ലേഡ് ഗെയിംസ്, എൻജോയ്ഡ് നേച്ചർ ആൻഡ് ഹാഡ് യമ്മി ഫുഡ്. എവറി വൺ വാസ് റിയലി ഹാപ്പി ആൻഡ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് വി വെർ ഓൾ ഓൺ ക്ലൗഡ് 9. അപ്പോൾ ഇങ്ങനെയുള്ള ടൂറുകൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഞങ്ങൾ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനിൽ പോയി. അവിടെ വെച്ച് ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ചു, പ്രകൃതി ഭംഗി ആസ്വദിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു, എല്ലാവരും സന്തോഷമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് ഈ ടൂർ യാത്രകൾ വളരെ സന്തോഷകരമാവുന്നത് എന്നുള്ളത് ആണ് ചോദിച്ചിരിക്കുന്നത്. ടൂർസ് ആർ ജോളി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ദേ ഹെൽപ്പ് us ബോണ്ട് വിത്ത് ഫ്രണ്ട്സ്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവാൻ സഹായിക്കുന്നു. വി മേക്ക് വണ്ടർഫുൾ മെമ്മറീസ് ടുഗദർ. നല്ല നല്ല ഓർമ്മകൾ നമുക്ക് ഉണ്ടാവുന്നു. ആൻഡ് ദാറ്റ് ബ്രിങ്സ് us ജോയ്. നമുക്ക് വലിയ സന്തോഷം നൽകുന്നു. ബീയിങ് ഇൻ എ ന്യൂ പ്ലേസ് സറൗണ്ടഡ് ബൈ നേച്ചർ ആൻഡ് ലാഫ്റ്റർ മേക്സ് എവറിത്തിങ് ഫീൽ സ്പെഷ്യൽ. ഇനി ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? വി ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഓൺ ദീസ് ഒക്കേഷൻസ് ടു ക്യാപ്ചർ ദ മൊമെൻറ്റ്. ആ ഒരു നിമിഷം അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഫോട്ടോസ് ഹെൽപ്പ് us റിമെമ്പർ ദ ഫൺ ടൈം വി ഹാഡ്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് എന്നും ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാം. ദ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് വി സോ, ദ പീപ്പിൾ വി വെർ വിത്ത്, വെനെവർ വി ലുക്ക് അറ്റ് ദം ലേറ്റർ ഇറ്റ് റിമൈൻഡ്സ് us ഓഫ് ദോസ് ഹാപ്പി ഡേയ്സ്. അപ്പം നമ്മൾ പിന്നീട് ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ഓർക്കാൻ സാധിക്കും. ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പിക്നിക്കിനെ കുറിച്ചുള്ള എന്തെങ്കിലും റൈറ്റിങ്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് റീഡിങ് അബൌട്ട് പിക്നിക് ഓർ ജേർണി ഈസ് എക്സൈറ്റിംഗ്. അത് വളരെ എക്സൈറ്റിംഗ് ആണ്. കാരണം ഇറ്റ് അലൗസ് us ടു എക്സ്പീരിയൻസ് അഡ്വഞ്ചേഴ്സ് ത്രൂ ദ വേർഡ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ലഭിക്കുന്നു. ഇറ്റ് സ്പാർക്സ് അവർ ഇമാജിനേഷൻ ആൻഡ് മേക്സ് us തിങ്ക് അബൌട്ട് അവർ ഓൺ എക്സ്പീരിയൻസ്. നമ്മുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് നമുക്കപ്പോൾ ഓർമ്മ വരുന്നു. പ്ലസ് കൂടാതെ വി ക്യാൻ ലേൺ അബൌട്ട് ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് കൾച്ചേഴ്സ്. പല സ്ഥലങ്ങളെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് സഹായകരമാകുന്നു. വിച്ച് ക്യാൻ ഇൻസ്പയർ us ടു ട്രാവൽ മോർ. അപ്പോൾ നമുക്ക് കൂടുതൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു പ്രചോദനവും ലഭിക്കും. ഇനി ഒന്നാമത്തെ പാഠം എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് ബൈ ടെറ്റ്സുഗോ കുറിയോനാഗി. ഈ ഒരു പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം വാട്ട് മെയ്ഡ് ഹെർ മദർ ലെറ്റ് ടോട്ടോ ചാൻ ഗോ ഫോർ ദ ട്രിപ്പ്. ടോട്ടോ ചാനെ ഈ ഒരു ട്രിപ്പിന് വിടാൻ
അമ്മ തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണ്? ടോട്ടോ ചാൻസ് മദർ ഡിസൈഡഡ് ടു ലെറ്റ് ഹെർ ഗോ ഓൺ ദ ട്രിപ്പ് ബിക്കോസ് ഷീ ഹാഡ് റിസീവ്ഡ് എ ലെറ്റർ ഫ്രം ദ ഹെഡ് മാസ്റ്ററുടെ ഒരു ലെറ്റർ ലഭിച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ലൈക്ലി അഷ്വർഡ് ഹെർ ദാറ്റ് ഇറ്റ് വുഡ് ബി സേഫ് ആൻഡ് എൻജോയബിൾ എക്സ്പീരിയൻസ് ഫോർ ടോട്ടോ ചാൻ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ല സേഫ് ആയിട്ടുള്ള ഒരു യാത്രയാണ്, അതുപോലെ കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യുന്ന ഒരു യാത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ലെറ്റർ. ദിസ് ലെറ്റർ ഹെൽപ്ഡ് ഹെർ മദർ ഫീൽ കോൺഫിഡൻറ്റ് അബൌട്ട് അലൗവിങ് ഹെർ ഡോട്ടർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ട്രിപ്പ്. അപ്പോൾ ഈ ഒരു കത്ത് ലഭിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ആത്മവിശ്വാസം അതുകൊണ്ടാണ് ഇവരെ ടോട്ടോ ചാനെ ടൂറിന് വിടാൻ അമ്മ സമ്മതിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ ചിൽഡ്രൻ വെയർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ്. വൈ? കുട്ടികൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറി, എന്താണ് കാരണം? ദ ചിൽഡ്രൻ വെയർ വെൽ ബിഹേവ്ഡ് ബിക്കോസ് ദെയർ സ്കൂൾ ടൊമോയി ഹാഡ് ടോട്ട് ദം ദ ബേസിക്സ് ഓഫ് ഗുഡ് ബിഹേവിയർ ആൻഡ് ഡീസൻസി. കാരണം ഇവർ പഠിക്കുന്ന ഈ സ്കൂളിൽ ഇവരെ നല്ല പെരുമാറ്റവും നല്ല മാനേഴ്സും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദേ ലേൺഡ് ടു റെസ്പെക്ട് അതേഴ്സ്, നോട്ട് ടു ബുള്ളി ആൻഡ് ടു കീപ് ദെയർ സറൗണ്ടിങ്സ് ക്ലീൻ. അപ്പോൾ ഇവർ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, അതുപോലെ സ്വന്തം പിന്നെ സ്ഥലങ്ങൾ പരിസരങ്ങൾ ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ഇതിനൊക്കെയുള്ള ഒരു ട്രെയിനിങ് അവർക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് പോസിറ്റീവ് എൻവയൺമെൻറ്റ് ഹെൽപ്പ് ദം ബിഹേവ് പ്രോപ്പർലി ഈവൻ വെൻ ദേ വെർ എക്സൈറ്റഡ് അബൌട്ട് ദി ട്രിപ്പ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് ഓൾറെഡി ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അവർ ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു പരിപാടിയിൽ പെരുമാറി. വാട്ട് വെർ ദ വാല്യൂസ് കൾട്ടിവേറ്റഡ് ബൈ ദ സ്റ്റുഡൻസ് അറ്റ് ടൊമോയി. അപ്പോൾ അവർ പഠിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ നേടിയെടുത്ത നല്ല ഗുണങ്ങൾ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ദ വാല്യൂ കൾട്ടിവേറ്റഡ് ബൈ ദ സ്റ്റുഡൻസ് അറ്റ് ടൊമോയി ഇൻക്ലൂഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, കൈൻഡ്നെസ് ദയ കാണിക്കുക, റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക, ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലെൻലിനെസ് നല്ല വൃത്തി ഉണ്ടായിരിക്കുക, അതിൻ്റെ ആവശ്യകത. ദ ലേൺ ടു ബിഹേവ് വെൽ ഇൻ പബ്ലിക്, പൊതുസ്ഥലങ്ങളിലും പൊതുവായ ഇടങ്ങളിലും എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവർ പഠിച്ചിരുന്നു. ടു ഹെൽപ്പ് കീപ് ദർ എൻവയൺമെൻറ്റ് ടൈഡി, അത് അവരുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. വിച്ച് മെയ്ഡ് ദം കൺസിഡറേറ്റ് ആൻഡ് കെയറിങ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നേരത്തെ ലഭിച്ചതുകൊണ്ട് അവർ നല്ല വ്യക്തികളായി നല്ല രീതിയിൽ പെരുമാറി. ഇനി അടുത്ത ചോദ്യം, ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. വൈ? അപ്പോൾ ഇവിടെ ഈ ഹോട്ട് സ്പ്രിംഗ് ഏറ്റവും ഒരു അസാധാരണമായ അനുഭവമായിരുന്നു കുട്ടികൾക്ക്. എന്താണ് കാരണം? The hot spring in the sea was unusual because it was not enclosed or separated from the ocean. ഇത് കടലിൽ നിന്ന് വേർതിരിച്ചിട്ടില്ലായിരുന്നു. This meant that the children could enjoy both swimming in the sea and bathing in the hot spring water at the same time. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഇവിടെ നീന്തി കളിക്കാനും അതുപോലെ കുളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. It was a unique experience that combined the fun of the beach with the relaxation of a hot spring. അപ്പോൾ അവിടെ നല്ലൊരു ബീച്ച് പോലെ അതുപോലെ നല്ലൊരു റിലാക്സിങ് ആയിരുന്നു. ഹൗ വാസ് ദ സ്റ്റേ അറ്റ് ദ സ്പാ എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ. അപ്പോൾ ഈ സ്പായിൽ അവർ താമസിച്ച ആ ഒരു സംഭവം അത് അവർക്ക് വലിയ ഒരു അനുഭവമായിരുന്നു. അതെങ്ങനെയാണ് അവർക്ക് വലിയ അനുഭവമായി മാറിയത്? ദ സ്റ്റേ അറ്റ് ദ സ്പാ വാസ് എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ ബിക്കോസ് ദേ ഗോട്ട് ടു എൻഗേജ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് വെർ ഡിഫറെൻറ്റ് ഫ്രം ദർ യൂഷ്വൽ സ്കൂൾ റുട്ടീൻ. അപ്പോൾ സ്കൂളിൽ സാധാരണ നടക്കാറുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർക്ക് ഇവിടെ ചെയ്യാനുണ്ടായിരുന്നു. ദ സ്വാം ഇൻ ദ സീ, അവർ കടലിൽ നീന്തി. എക്സ്പ്ലോർ ദ ബീച്ച് ഒക്കെ നിരീക്ഷിച്ചു. ഇൻട്രാക്റ്റഡ് വിത്ത് ലോക്കൽ മാൻ ബിൽഡിംഗ് എ ബോട്ട്, അവിടെ ഒരു ബോട്ട് ഉണ്ടാക്കുന്ന ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ആൻഡ് ഈവൻ ഷെയർഡ് ഗോസ്റ്റ് സ്റ്റോറീസ് അറ്റ് നൈറ്റ്, അതുപോലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് പല പല കുട്ടികളും പറയുന്ന കഥകൾ, പ്രേത കഥകളൊക്കെ അവർ കേട്ടു. ദിസ് എക്സ്പീരിയൻസ് അലൗഡ് ദം ടു ലേൺ ആൻഡ് ഹാവ് ഫൺ ഇൻ ദ നാച്ചുറൽ സെറ്റിംഗ്. അപ്പോൾ ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇത് വളരെ മെമ്മറബിൾ ആൻഡ് എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. വൈ ഡിഡ് ദ ഫോട്ടോ സെഷൻ ടേക്ക് എ വെരി ലോങ് ടൈം. അപ്പോൾ ഇതിൻ്റെ അവസാനം ഇവരെല്ലാവരെയും നിർത്തിക്കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് ഒരുപാട് സമയമെടുത്തു ഈ ഒരു ഫോട്ടോ എടുക്കാൻ. എന്തായിരുന്നു അതിൻ്റെ കാരണം? ദ ഫോട്ടോ സെഷൻ ടുക്ക് എ ലോങ് ടൈം ബിക്കോസ് ദ ചിൽഡ്രൻ വെയർ വെരി എക്സൈറ്റഡ് ആൻഡ് ഹാഡ് ടു ഗെറ്റ് റെഡി ഫോർ ദ പിക്ചർ. കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, അവർക്ക് റെഡി ആവണമായിരുന്നു ചിത്രത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. സം ഓഫ് ദം ഹാഡ് ടു ചേഞ്ച് ദർ ഷൂസ്, ചിലർക്കൊക്കെ ഷൂസൊക്കെ മാറ്റിയിട്ടാണ് വന്നത്. അതേഴ്സ് നീഡഡ് ടു യൂസ് ദ ടോയ്ലറ്റ്, ചിലർക്കൊക്കെ ആ സമയമായപ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നി. ആൻഡ് എ ഫ്യൂ വെയർ ടയർഡ് ഓഫ് ഹോൾഡിംഗ് ദർ പോസസ്, കുറച്ച് ആളുകൾ ഇങ്ങനെ അനങ്ങാതെ നിന്ന് അവർ മടുത്തു, അവസാനം അവർ ഇരുന്നു പോയി. ഓൾ ദീസ് ലിറ്റിൽ ഡിലേസ് മെയ്ഡ് ഇറ്റ് ചലഞ്ചിങ് ടു ഗെറ്റ് എവ്രി വൺ ഓർഗനൈസ് ഫോർ ദ ഫോട്ടോഗ്രാഫ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള താമസങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കാതിരുന്നത്. വിച്ച് മെയ്ഡ് ദ പ്രോസസ് ടേക്ക് ലോങ്ങർ ദാൻ എക്സ്പെക്റ്റഡ്. അപ്പോൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു.
ഇനി ടോട്ടോ ചാൻ നെവർ ഫൊഗറ്റ് ദ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ കമൻറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കമൻറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടോ ചാൻ ഈ ഒരു സമ്മർ വെക്കേഷൻ ഇത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവമായിരുന്നു. ടോട്ടോ ചാൻ നെവർ ഫൊഗറ്റ് ഹർ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ ബിക്കോസ് ഇറ്റ് വാസ് ജോയ്ഫുൾ. ഇത് വളരെ സന്തോഷകരമായിരുന്നു. മെമ്മറബിൾ എക്സ്പീരിയൻസ് ദാറ്റ് ടോട്ട് ഹർ വാല്യുബിൾ ലെസൺസ്. വളരെ വിലപ്പെട്ട പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ഹെൽപ്ഡ് ഹർ ഫോം ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ലഭിച്ചു. ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് was filled with exciting activities. കുറേ എക്സൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഇവർക്ക് ലഭിച്ചു. സ്വിമ്മിങ് ഇൻ ദ സീ, എൻജോയിങ് ദ യുണീക് ഹോട്ട് സ്പ്രിംഗ് റൈറ്റ് ഇൻ ദ ഓഷ്യൻ which felt magical, surrounded by nature. Toto Chan realized how much she had changed since attending Tomoe school, becoming more well behaved and respectful. അപ്പോൾ നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ഉള്ള വ്യത്യസ്തമായ ഒരു സ്കൂളായിരുന്നു ഇത്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ടോട്ടോ ചാന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. കുറച്ചുകൂടി നല്ല പെരുമാറ്റവും ആളുകളോട് നല്ല റെസ്പെക്റ്റോടു കൂടിയുള്ള പെരുമാറ്റ ശീലങ്ങളും ഒക്കെ അവൾക്ക് ലഭിച്ചു. ദ നൈറ്റ്സ് സ്പെൻഡ് ഷെയറിംഗ് ഗോസ്റ്റ് സ്റ്റോറീസ് ആഡഡ് ടു ദ ഫൺ. പിന്നെ രസകരമായ ഒരു കാര്യം, രാത്രിയിൽ ഇവർ പറയുന്ന പ്രേത കഥകളാണ്. ആൻഡ് ദ ഫോട്ടോഗ്രാഫ് ടേക്കൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രിപ്പ് ബിക്കെയിം ചെറിഷ്ഡ് കീപ്സേക്ക്. അതുപോലെ തന്നെ ഇവരെടുത്ത ആ ഫോട്ടോഗ്രാഫ് എപ്പോഴും ഓർത്തിരിക്കാൻ ഒരു കാരണമായി, ഈ ഒരു യാത്ര എപ്പോഴും മനസ്സിൽ നിലനിൽക്കാൻ കാരണമായി, അല്ലെങ്കിൽ ഈ ചിത്രം കാണുമ്പോൾ ഈ ഓർമ്മകളൊക്കെ വീണ്ടും മനസ്സിലേക്ക് തിരിച്ചു വരും. ഓവറോൾ ദി സമ്മർ വെക്കേഷൻ വാസ് എ ടൈം ഓഫ് ലാഫ്റ്റർ, ലേണിംഗ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വെക്കേഷൻ ടൈം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും ചിരിയുടെയും പഠനത്തിൻ്റെയും സുഹൃത്ത് ബന്ധത്തിൻ്റെയും ഒക്കെ ഒരു ടൈമായിരുന്നു. മേക്കിംഗ് ഇറ്റ് ആൻ അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ഫോർ ടോട്ടോ ചാൻ. അപ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആയി മാറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.